ഹലോ, നമസ്കാരം. അപ്പോൾ എ ടു സെഡ് ബഫൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ലാലൂർ ചന്തയിലാണ്, തൃശ്ശൂർ ലാലൂർ ചന്ത. അപ്പോൾ ചന്തയത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ. എല്ലാ വെള്ളിയാഴ്ചയാണ് കേട്ടോ ഈ ചന്തയുള്ളത്. നേരം വെളുത്ത് കന്നുകളൊക്കെ വന്ന് തുടങ്ങണമല്ലോ. പോത്തുകളൊക്കെ ഇഷ്ടംമാതിരി വന്നിട്ടുണ്ട് കേട്ടോ. അതിലൊക്കെ നല്ല വലിയ ഫ്രെയിമുകളൊക്കെ ഉണ്ട് ആ കൂട്ടത്തിൽ. അത് നേരം വെളുത്തിട്ട് കാണിച്ചു തരാം. ഇഷ്ടംമാതിരി കന്നുകളൊന്നും വന്നിട്ടുണ്ട്. പശുക്കളാണെന്ന് അധികം വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ വളർത്തു പോത്ത് കുട്ടികളൊക്കെ വേണ്ട, ആ പിടിച്ച പോത്ത് കുട്ടിയൊക്കെ ഉണ്ട്. വലിയ വലിയ ഫ്രെയിമുകൾ, ഒരു 55,000 മെയിൻ വില പറഞ്ഞ ഫ്രെയിമുകൾ, നല്ല എരുമകൾ വേണ്ട, ഒരു എരുമയും കുട്ടിയും. അതിന് 70,000 രൂപ വരെയാണ് പറഞ്ഞത്. ചെറിയൊരു എരുമ കുട്ടി. പിന്നെ പശുക്കളൊക്കെ ഇഷ്ടംമാതിരി കറവ പശുക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ചെറുകിട പാർട്ടിക്കാർക്കൊക്കെ പറ്റിയ ചെറിയൊരു 35-40 രൂപയുടെ ഉള്ളിലൊക്കെ ഒതുങ്ങുന്ന പശുക്കളും 60-70 ആ റേഞ്ചിൽ വരുന്ന വലിയ നല്ല രീതിയിൽ ഒരു 10 ലിറ്ററിന് മേലേക്ക് പാല് കിട്ടുന്ന പൈക്കളൊക്കെ ഉണ്ടായിരുന്നു. എരുമ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. നാടൻ എരുമ കുട്ടികൾ, വളർത്തു പോത്ത് കുട്ടികൾ, പശുക്കുട്ടികൾ, അതുപോലെ തന്നെ നല്ല വളർത്താൻ പറ്റിയ മൂരിക്കുട്ടികളൊക്കെ ഇഷ്ടംമാതിരി ഉണ്ടായിരുന്നു. സംഭവം തൃശ്ശൂർ ലാലൂർ ചന്ത എന്ന് പറയുന്നത് ബാക്കിയുള്ള ചന്തകളെ വെച്ച് നോക്കുമ്പോൾ ഒരു ചെറിയ ചന്തയാണെങ്കിലും അത് അത്യാവശ്യത്തിന് കന്നുകളൊക്കെ ഉണ്ടായിരുന്നു. ഇതേ ഒരു ജല്ലിക്കെട്ടിൻ്റെ കാങ്കയത്തിൻ്റെ ഒരു പശുവൊക്കെ നിൽക്കേണ്ട കയ്യിൽ. ഇതേ ഇവിടെ 2 പോത്ത് കുട്ടികൾ നിൽക്കുന്നുണ്ട് കേട്ടോ. ഒരെണ്ണത്തിന് 30 രൂപയും ഒരെണ്ണത്തിന് 35 രൂപ. അപ്പുറത്തേക്കിന് 35 രൂപ മേനെയാണ് പറഞ്ഞത്. ഇതിന് 30 രൂപയും. നാടൻ കുട്ടികളാണ്, നല്ല കുട്ടികളാണ്. ഇങ്ങനത്തെ പോത്ത് കുട്ടികളൊക്കെ ഇഷ്ടംമാതിരി വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മുറ ക്രോസ് അങ്ങനത്തെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വലിയ വലിയ ഫ്രെയിമുകൾ, ആ ഫ്രെയിമുകൾ നല്ല അടിപൊളി ഫ്രെയിമുകളുണ്ടായിരുന്നു. ഒരു 6-7 മാസം നോക്കി കഴിഞ്ഞാൽ നല്ല രീതിക്ക് വിൽക്കാൻ പറ്റിയ വലിയ വലിയ ഫ്രെയിമുകളൊക്കെ ഇന്ന് ലാലൂർ ചന്തയിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നേരം വെളുത്ത് വരണമുള്ള അവിടെ കുറച്ച് ആടുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് ആടുകൾ കുറവാണ്, ശരിക്കും പറഞ്ഞൊരു വിരലിലുണ്ടാകുന്നൊരു 10 എണ്ണമൊക്കെ മാക്സിമം ആടുകളൊക്കെ ചന്തയിൽ വരാറുള്ളൂ. ശരിക്കും പോത്തുകുട്ടികളാണ്, വളർത്തു പോത്തുകുട്ടികൾ, പശുക്കൾ, കറവ പശുക്കൾ, അതാണ് മെയിനായിട്ട് ലാലൂർ ചന്തയിൽ വരുന്നത്. ഇറച്ചിമാടുകളും ഉണ്ടാവും, പക്ഷെ എന്നാലും അത് കുറവായിരിക്കും. അപ്പോൾ പെരുമ്പിലാവ്, വാണിയംകുളം അങ്ങനത്തെ ചന്തകളൊക്കെ വെച്ച് ഒരു താരതമ്യം ചെയ്യാനൊന്നും പറ്റില്ല. അവിടെയൊക്കെ ധാരാളം കന്നുകൾ വരുന്നതാണ്. ഇവിടെ ശരിക്കും കുട്ടികളാണ്, പോത്തുകുട്ടികൾ. അതുപോലെ വലിയ വലിയ ഫ്രെയിമുകളുണ്ട് പോത്തിൻ്റെ തന്നെ. കട്ടിങ്ങിന് പോകണമെന്നല്ല, വളർത്താൻ പറ്റിയതൊക്കെ. പിന്നെ കറവ പശുക്കളാണ്. അതുകൊണ്ട് ഇവിടെയൊക്കെ ചെറിയ ചെറിയ കുട്ടികൾ, നാടന്മാർ ഒക്കെ ഉണ്ടായാലും 1-2 നല്ലതുണ്ട് ഈ ചെറിയ കുട്ടികളിൽ. ഇതൊക്കെ ഒരു 20, 22, 25 പറയണ കുട്ടികളാണ്. ഇവിടെ ഒരു പോത്തുകുട്ടി, നല്ലൊരു കുട്ടിയാണ്. വീഡിയോയിൽ എങ്ങനെ കാണുന്നറിയില്ല, അത്യാവശ്യം വലിപ്പം അതൊരു 40 രൂപ മേനെയാണ് പറയണത്. ആൾ ചോദിക്കുന്നതാട്ടോ 40 രൂപ. നല്ലൊരു പോത്തുകുട്ടിയാണ്. ഇപ്പോൾ കൊണ്ട് ഇറക്കിയിട്ടുള്ളൂ. നല്ലൊരു കുട്ടിയാണ്. 40 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-30 രൂപ ഒക്കെ കിട്ടുകയാണെങ്കിൽ എടുക്കാൻ കുഴപ്പമില്ല. നല്ലൊരു കുട്ടിയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ വലുതാവും. ഒരു കൊല്ലമൊക്കെ നിർത്തി കഴിഞ്ഞാൽ നല്ല രീതിക്ക് വലുതാവും അതൊക്കെ. അതുപോലെ നല്ല നല്ല എരുമകൾ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ചന്തയിൽ. ഇതൊരു വലിയൊരു എരുമയാണ്. ഇത് ഫാമിലൊക്കെ നിർത്തിയതാണ്. ഇതെവിടെ കണ്ടോ, ഇത്തിരി കൂടി വലിയ വലിയ കുട്ടികൾ, ഒരു 30 രൂപ 35 രൂപയൊക്കെ പറയണ വലിയ കുട്ടികൾ. ആ കുട്ടി കണ്ട, അതിൻ്റെ ഹെഡ് കണ്ട, നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി ഒരു കുട്ടി. അതിന് 30 രൂപ റേഞ്ചാണ് പറഞ്ഞത്. അതിൽ ചോദിച്ചാണ്ടോ 30 രൂപ, ഒരു 10 രൂപ, 22 രൂപ, 23 രൂപ റേഞ്ചിൽ കിട്ടണം. കിട്ടിയാൽ മുതലത് നല്ല ഉടൽ നീളം, നല്ല ഹൈറ്റും ഹെഡും നല്ല ചെവി വലിപ്പം ഒക്കെ ഉള്ള അടിപൊളി ക്വാളിറ്റി കുട്ടി. ഇത് അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന 3 കുട്ടികളും ആ റേഞ്ചിലുള്ള കുട്ടികൾ തന്നെയാണ്. പക്ഷേ അതിൽ ഏറ്റവും നല്ല തോന്നിയത് എനിക്ക് ആ കുട്ടിയാണ്. അങ്ങനത്തെ കുട്ടികളൊക്കെ ഇഷ്ടംമാതിരി. അതിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇത് വലിയ ഞാൻ പറഞ്ഞ ഇതാണ് 55 രൂപ വില പറഞ്ഞ വലിയ ഫ്രെയിം മോൾട്ടാ. നല്ല അടിപൊളി പോത്തുകൾ. ഇത് വലിയ ക്ഷീണമെന്നൊന്നും പറയാനില്ല, എന്നാലും നല്ല രീതിക്ക് ഒരു 6 മാസം 7 മാസം കൈ തീറ്റ കൊടുത്ത് നോക്കി കഴിഞ്ഞാൽ നല്ല രീതിക്ക് വലുതാവും. അങ്ങനത്തെ ഒരു അടിപൊളി പോത്തുകളാണ് ഈ നിൽക്കുന്ന സെക്ഷനിൽ മൊത്തം. 55 രൂപ മെയിനാണ് അവർ പറഞ്ഞേക്കണത്. 55 രൂപ മെയിൻ അവർ ചോദിക്കണതാണ്. അതൊരു ടീം വന്നിട്ട് 40, 42, 43, 44 എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അത് കച്ചവടം ആയിട്ടില്ല ഇതുവരെ. നല്ല വലിയ ഫ്രെയിമുകളുണ്ടാ. വീഡിയോയിൽ നമ്മൾ കാണുന്ന പോലെ എല്ലാ ഒരു ആളുടെ ഹൈറ്റ് വെച്ച് നോക്കണണ്ട, അത്രയും നല്ല വലിപ്പമുള്ള വലിയ കുട്ടികൾ. ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ കുട്ടിയൊക്കെ നല്ല അടിപൊളി കുട്ടികളാണ്. നന്നായിട്ട് നല്ല രീതിക്ക് വലുതാവും. 1-2 ഒത്തിരി കൊമ്പ് വലുതായതൊക്കെ ഉണ്ട്. അല്ലാത്ത ഇതാ കുട്ടി കണ്ട,
ഇതാ ഈ കാണുന്ന കുട്ടി നല്ല കുറച്ചുകൂടി ചെറുതാണ്, പക്ഷെ ഒരു 40 രൂപ റേഞ്ചിൽ കിട്ടാൻ വഴി ഉണ്ട് അത്. കാരണം നല്ലൊരു കുട്ടിയാണ്, നല്ല ഹൈറ്റും നീളവും അതുപോലത്തെ കുട്ടികൾ കുറേ ഉണ്ട് അതിൽ. ഇതൊക്കെ നല്ല നല്ല അടിപൊളി കുട്ടികൾ, ഈ അറ്റത്തിക്കുന്ന കുട്ടിയും ഒക്കെ നല്ല നല്ല കുട്ടികൾ, ഇഷ്ടംമാതിരി കുട്ടികൾ വന്നിട്ടുണ്ട് അതുപോലെ. അപ്പോൾ ചന്തയിൽ ഇന്ന് ശരിക്കും പറഞ്ഞാൽ നല്ല കുട്ടികൾ ഇഷ്ടംമാതിരി ഉണ്ടായിരുന്നു. ഇത് കുറച്ചുകൂടി ചെറിയ കുട്ടികൾ, ഒരു 18 രൂപ 17 രൂപ മേനി വില പറയണ കുട്ടികൾ. ചെറിയ കുട്ടികളാണെങ്കിലും ഇത്തിരി ക്ഷീണമുള്ള കുട്ടികളാണെങ്കിലും നല്ല കുട്ടികളുണ്ട് കേട്ടോ, നല്ല നല്ല കുട്ടികളത്. ഈ കാണുന്ന സെക്ഷനിലൊക്കെ നല്ല, ഒന്നും കുറ്റം പറയാനില്ല, നല്ല ക്വാളിറ്റിയുള്ള നല്ല ചെറിയ വളഞ്ഞ് വരുന്ന കൊമ്പുകൾ നല്ല നല്ലതാണ്. ഈ കുട്ടിയൊക്കെ ഉണ്ടോ, ആ കാണുന്ന കുട്ടിയൊക്കെ നല്ല നല്ല അടിപൊളി കുട്ടികളാണ് കേട്ടോ. ഒക്കെ നല്ല രീതിക്ക് വലുതാവണ ചെറു കുട്ടികളാണ്, അന്ന് നല്ല രീതിക്ക് വലുതാവണ കുട്ടികൾ. ഇതൊക്കെ കുറച്ചുകൂടി വലിയ ആ ഫ്രെയിമുകൾ നമ്മൾ നേരത്തെ കാണിച്ചത് ആ 55 രൂപ മേനി വില പറഞ്ഞ ഫ്രെയിമുകളാണ്. ആറ്റത്തുനിന്ന് നിങ്ങൾ വരുന്നതിനനുസരിച്ച് വില കുറഞ്ഞു വരും, കാരണം ചെറിയ വലിപ്പ വ്യത്യാസങ്ങളുണ്ട്. നല്ല അടിപൊളി കുട്ടികളാണ് പോത്തുകുട്ടികൾ, ഒന്നും പറയാനില്ല. ഇത് ആ കുട്ടിയൊക്കെ കണ്ട നല്ല നല്ല, ചിലതിനൊക്കെ മൂക്കയർ കുത്തിയിട്ടുണ്ട് കേട്ടോ. വലിയ അത്യാവശ്യം വലിപ്പമുള്ള ഫ്രെയിമുകൾക്കൊക്കെ മൂക്കയർ കുത്തിയിട്ടുണ്ട്, അങ്ങനെയുള്ള ചെറുതുകൾക്കൊന്നും കുത്തിയിട്ടില്ല. ഇത് ഈ കുട്ടിയൊക്കെ കണ്ട നല്ല ക്വാളിറ്റിയുള്ള കുട്ടികൾ, വളർത്താൻ പറ്റിയ. നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എങ്ങനെയുണ്ട് കുട്ടികളുടെ ക്വാളിറ്റി എന്നൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ പറഞ്ഞു നോക്കണ്ട, ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നല്ല കുട്ടികൾ ചന്തയിലുണ്ട്, നമുക്ക് സെലക്ട് ചെയ്ത് മേടിക്കാൻ കഴിവുണ്ടെങ്കിൽ, വില പേശി മേടിക്കാൻ കഴിവുണ്ടെങ്കിൽ നമുക്കൊന്ന് നല്ല കുട്ടികൾക്ക്. ആ ഒരു കൊമ്പ് താഴത്തോട്ടായി നിൽക്കുന്ന കുട്ടികളുണ്ടോ. ഈ സെക്ഷനിൽ എരുമകളാണ് കേട്ടോ, നാടൻ എരുമകൾ. ഞാൻ പറഞ്ഞില്ലേ, ഇത് കുറച്ചൊക്കെ നാടൻ എരുമകളാണ് ഈ നിൽക്കുന്ന സെക്ഷനിൽ മൊത്തം. ഈ അറ്റത്ത് നിൽക്കുന്ന കുട്ടി പോത്തുകുട്ടിയാണ് കേട്ടോ, നല്ലൊരു ക്വാളിറ്റിയുള്ള അടിപൊളി കുട്ടിയാണ്. ക്രോസ് കുട്ടി 28 രൂപ മേനെയാണ് ഈ കുട്ടിക്ക് പറഞ്ഞത്. എരുമൂട്ടിയുള്ള വില നമ്മൾ ചോദിച്ചില്ല കേട്ടോ. അതൊരു നാടന്മാരാണ്, നല്ല എരുമകളാണ്. നാടൻ എരുമകളൊക്കെ മേടിച്ച് വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ മേടിച്ച് നിർത്താൻ പറ്റിയ എരുമകളാണ്. ചിലരൊക്കെ നാടൻ എരുമകളെ മാത്രം നോക്കി മേടിച്ച് വളർത്തുന്ന ആൾക്കാരുണ്ട്, അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയ എരുമകളാണ്. ഇത് പോത്തുകുട്ടി, നല്ലൊരു പോത്തുകുട്ടി. ഇവിടെ 2 ചെറിയ പോത്തുകുട്ടികൾ, അതൊക്കെ അത്യാവശ്യം ക്വാളിറ്റിയുള്ള നല്ല വളർത്താൻ പറ്റിയ കുട്ടികൾ തന്നെയാണ്. ഇവിടെയൊക്കെ ഇത് കുറച്ച് നാടന്മാർ, ചെമ്പന്മാർ, വെള്ളപ്പോത്തുകൾ, ചെമ്പൻ പോത്തുകളൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും പോത്തുകുട്ടികളൊക്കെ വേണമെങ്കിൽ വെള്ളിയാഴ്ചയാണ് ചന്ത. തൃശ്ശൂർ ലാലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ചന്ത സ്ഥിതി ചെയ്യണേ. ഇതൊരു ഗ്രൗണ്ടാണ്, അതൊരു നല്ലൊരു ചെറിയൊരു ഗ്രൗണ്ട്. കന്നുകളുണ്ടാവും, വളർത്താൻ പറ്റിയ പോത്തുകുട്ടികളൊക്കെ മേടിക്കാൻ താല്പര്യമുണ്ട്. അതേ ക്വാളിറ്റി നോക്കിയത് ഈ കുട്ടികളിലൊക്കെ നല്ല അടിപൊളി കുട്ടികൾ, ഫാമിലൊക്കെ കിട്ടണ അതേ കുട്ടികൾ, ചോപ്പക്കയറില്ലാന്ന് മാത്രം. ആ കുട്ടിയൊക്കെ കണ്ട നല്ല അടിപൊളി കുട്ടികൾ. പൈസ അത്യാവശ്യത്തിന് വിലയുണ്ട്, പക്ഷെ നമ്മളതൊരു ബാർഗെയിൻ ചെയ്തൊക്കെ കിട്ടുകയാണെങ്കിൽ, നമ്മുടെ വിലയ്ക്ക് കിട്ടുകയാണെങ്കിൽ മാത്രം മേടിക്കുക. അങ്ങനെ കിട്ടും, കാരണം അങ്ങനെ കിട്ടുന്നതുകൊണ്ടാണല്ലോ ആൾക്കാർ വന്ന് മേടിച്ചുകൊണ്ട് പോണത്. ഇത്രയും ഫാമുകളിൽ പുറത്തുനിന്ന് ഹരിയാനയിൽ നിന്നായാലും എവിടെ നിന്നായാലും നല്ല നല്ല കുട്ടികളെ ഇറക്കുമ്പോൾ അതേ ക്വാളിറ്റിയുള്ള കുട്ടികൾ ചന്തയിൽ കിട്ടുന്നതുകൊണ്ടാണല്ലോ ആൾക്കാർ വന്നിട്ട് ചന്തയിൽ നിന്ന് മേടിച്ചുകൊണ്ട് പോകണം. അപ്പോൾ അതൊക്കെ നോക്കുക, നിങ്ങളുടെ ഇഷ്ടം, ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അത് ഫാമിൽ നിന്നായാലും ചന്തയിൽ നിന്നായാലും നല്ല കുട്ടികളെ നോക്കി മേടിക്കുക. നല്ല ലാഭത്തിൽ കിട്ടുകയാണെങ്കിൽ, നമുക്ക് 10 രൂപ കിട്ടണം വെള്ളത്തിൽ വലുതാക്കി വിൽക്കുമ്പോൾ, അങ്ങനെ ഒരു ലാഭത്തിൽ കിട്ടുമ്പോൾ നോക്കി മേടിക്കുക അങ്ങനത്തെ കുട്ടികളെയും. അതായത് നമ്മൾ കണ്ടാൽ നല്ല വലിയ ഫ്രെയിം. അപ്പോൾ ഈ ആഴ്ചത്തെ പോത്തുകളുടെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ചന്തത്തെ പശുക്കളുടെ വീഡിയോ ഒക്കെ നമ്മൾ അടുത്ത് ചെയ്യുന്നുണ്ട് സെപ്പറേറ്റ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ.